നമസ്കാരം. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഒക്കെ പിന്നിൽ പാകിസ്ഥാനും തുർക്കിയും ജമായത്തെ ഇസ്ലാമിയുമാണ്. ഇവരുടെ സൃഷ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും. അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ പൊടുന്നനെ ഒരു പ്രക്ഷോഭം രൂപപ്പെടുന്നു. ഇൻകുലബ് മഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം. ഷെരീഫ് ഉസ്മാൻ ഖാദിയാണ് ഈ പ്രക്ഷോഭം നയിച്ചത്. പ്രക്ഷോഭം വളരെ വലിയ രീതിയിൽ വ്യാപിക്കുന്നു, ബംഗ്ലാദേശിൽ വ്യാപിക്കുന്നു. തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് നാട് വിടേണ്ടി വരുന്നു. തുടർന്ന് ഒരു വലിയ നേതാവ് പെട്ടെന്ന് പ്രത്യക്ഷമാകുകയാണ്. അന്നോളം ബംഗ്ലാദേശിൻ്റെ ചിത്രത്തിൽ തന്നെ ഇല്ലാത്ത നേതാവ് മുഹമ്മദ് യൂനസ്. ഇതിനുവേണ്ടി ആദ്യം തന്നെ തുർക്കിയും പാകിസ്ഥാനും ചരടുകൾ നീക്കിയിരുന്നു. ഒത്താശ ചെയ്തു കൊടുത്തതാകട്ടെ ജമായത്തെ ഇസ്ലാമിയും. വളരെ കൃത്യമായ പ്ലാൻ, വളരെ കൃത്യമായ രീതിയിൽ അവരത് നടപ്പിലാക്കിയെടുത്തു. നല്ല ലക്ഷ്യമൊത്ത ഭീകരവാദ സംഘടന തന്നെയാണ് ജമായത്തെ ഇസ്ലാമി. ഇവരുടെ പിന്തുണ കൂടി ആയപ്പോൾ സംഗതി ശുഭം. ജമായത്തെ ഇസ്ലാമി എന്നാൽ ഇസ്ലാമിക ലോകം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സംഘടനയാണല്ലോ. സ്വാഭാവികമായിട്ടും അവരിത്തരത്തിലുള്ള ഒരു കൂട്ടിയോജിക്കൽ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. തുർക്കിയുമായി പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സൈനിക സഹകരണമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാനെ ഏറ്റവും അധികം സഹായിച്ചത് തുർക്കിയാണ്. ബംഗ്ലാദേശിനും ഇപ്പോൾ തുർക്കിയുമായി വലിയ സൈനിക സഹകരണമൊക്കെയുണ്ട്. തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നതിൽ ആർക്കും തന്നെ എതിർപ്പില്ല ഈ രീതിയിൽ. പക്ഷേ വലിയ ഭീകരവാദ ദൗത്യങ്ങളുമായിട്ട് അയൽ രാജ്യങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് മുഹമ്മദ് യൂനസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് തയ്യാറാക്കുന്നു. ഈ മാപ്പ് ആദ്യം കൊണ്ടുപോയി കൊടുക്കുന്നത് പാകിസ്ഥാൻ ISIക്കാണ്. ശേഷം പിന്നീട് ഇദ്ദേഹം തുർക്കിയിലേക്ക് പറക്കുന്നു. തുർക്കിയിലും ഈ മാപ്പ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരുമായുള്ള ഒരു സഹകരണമൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും ബംഗ്ലാദേശിലേക്ക് വരുന്നു. പിന്നീട് ഈ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഒരു ശാന്തതയാണ് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത്. കാരണം പ്രക്ഷോഭങ്ങൾ ഫലവത്തായി, അതിൽ നിന്ന് വലിയൊരു മാറ്റമുണ്ടായി. എന്നാൽ കുറച്ചധികം നാൾ ഈ പ്രക്ഷോഭം വളരെ സൈലൻ്റായി ഇരുന്നതിന് ശേഷം പിന്നീട് വീണ്ടും പൊടുന്നനെ ഈ പ്രക്ഷോഭം വീണ്ടും ഉയർന്നു വരികയാണ്. ഭീകരതയ്ക്ക് വെള്ളവും വളവും നൽകുന്ന തുർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശിനോട് യോജിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം അത്തരത്തിലുള്ളൊരു അവിശുദ്ധ കൂട്ടായ്മയാണ് ഇവർ രൂപപ്പെടുത്തിയെടുത്തത്. ഇനി ഈ കളികൾ നേരെ ബംഗ്ലാദേശിലേക്ക് നീളുകയാണ്. അതായത് വലിയ രീതിയിൽ ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടായി. എന്നാൽ അതിനുശേഷം ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം ഇല്ലാതായി മാറുന്ന ഒരു അവസ്ഥ ബംഗ്ലാദേശിലുണ്ടായി. അങ്ങനെയാണ് തൊട്ടടുത്ത രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഷെരീഫ് ഉസ്മാൻ ഖാദിയെ ഒരു അജ്ഞാതൻ കൊലപ്പെടുത്തുന്നത്. അജ്ഞാതൻ പക്ഷേ ജ്ഞാതനായിരുന്നു മുഹമ്മദ് യൂനസിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അവരുടെ കീഴിൽ നിന്ന്, അല്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് തുർക്കിയെയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം അയാൾ അജ്ഞാതനായിരുന്നില്ല. അയാളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള ബോധ്യം ബംഗ്ലാദേശിനുണ്ടായിരുന്നു. കാരണം ബംഗ്ലാദേശാണ് മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലാണ് അയാളെ ഇത്തരമൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് നിശ്ചയിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഷെരീഫ് ഉസ്മാൻ ഖാദി കൊല്ലപ്പെട്ടതിന് ശേഷം പൊടുന്നനെ വീണ്ടും കലാപമുണ്ടാകുന്നു. ഇത് ഇന്ത്യയുടെ മേൽ കെട്ടിവെക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തുർക്കിയും കൂടി ആയപ്പോൾ ഈ ഗൂഢാലോചന സംഘങ്ങളെല്ലാം ഒരുമിച്ച് വന്നു, ഒരേ രേഖയിൽ സംഗമിച്ചു. പാകിസ്ഥാന് ഒറ്റ അജണ്ട മാത്രം. കിഴക്കൻ ഭാഗത്തുനിന്ന് ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ കൂടി ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം നടത്തുന്നു. അത്തരത്തിലൊരു പദ്ധതിയാണ് ഇവർ തയ്യാറാക്കി വച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ സിലിഗുരി കോറിഡോറിന് സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം നിവസിക്കുന്നത് 90% പേർ നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളാണ്. അതായത് രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു ആഭ്യന്തര സംഘർഷം രൂപപ്പെടുന്നു. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് പിഴുതെടുക്കുവാൻ, പറിച്ചു മാറ്റുവാനായിട്ട് ബംഗ്ലാദേശിന് സാധിക്കുന്നു. ഒപ്പം പാകിസ്ഥാന് സന്തോഷം. ആ സമയം
കാശ്മീരിന് നേരെയും ഒരു ആക്രമണം പാകിസ്ഥാന് ഉണ്ടാക്കിയെടുക്കാം. ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിനകത്തും വലിയ വേരോട്ടമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും PFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അവർ മറ്റൊരു പദ്ധതി രൂപപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു. അതായത് കിഴക്കൻ ഭാഗത്ത് ബംഗ്ലാദേശും പടിഞ്ഞാറൻ ഭാഗത്ത് പാകിസ്ഥാനും അതോടൊപ്പം തന്നെ സിലിഗുരി കോറിഡോറിനോട് ചേർന്ന് എങ്ങനെയാണോ അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങൾ ആക്രമിക്കുന്നത്, അതേസമയം സതേൺ സ്റ്റേറ്റ്, യുണൈറ്റഡ് സതേൺ സ്റ്റേറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് ഒരു അറ്റാക്ക് PFIയുടെ നേതൃത്വത്തിൽ, ഭീകരവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇത് ഫലവത്താകുന്നതോടുകൂടി ഇന്ത്യയെ പൂർണ്ണമായും വിഭജിക്കുവാനായിട്ട് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന ഭീകരവാദികൾക്കും സാധിക്കും എന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ബംഗ്ലാദേശും പാകിസ്ഥാനും തുർക്കിയും മറന്നുപോയ ഒന്നുണ്ട്. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ്. ഇതിലും വലിയ ഗൂഢാലോചനക്കാരെ അദ്ദേഹം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെ കളി പഠിപ്പിക്കാൻ ഇവരാരും ആയില്ല എന്നവർ ഓർത്തതേയില്ല. ഏറെ നാൾ ശാന്തമായിരുന്നതിന് ശേഷം അമേരിക്ക പോലും ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ബംഗ്ലാദേശിനെ. അവാമി ലീഗ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ഇലക്ഷൻ നടത്തുമെന്ന് അമേരിക്കയിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കുന്നു. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം അമേരിക്കയിൽ നിന്ന് ഉണ്ടായതോടുകൂടി സത്യത്തിൽ ബംഗ്ലാദേശ് ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു ചോദ്യം ഉണ്ടായി. 1971 മറക്കരുത്. നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. എങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അത് ഇന്ത്യയുടെ കരുത്തിൽ രൂപപ്പെട്ട രാജ്യമാണെന്ന് നിങ്ങൾ മറന്നു പോകരുതെന്ന് വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് റഷ്യയുടെ ഭാഗത്തുണ്ടാകുന്നു. തീർച്ചയായിട്ടും പാകിസ്ഥാനും തുർക്കിയും വല്ലാത്ത പരിങ്ങലിലായി. ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിലയുറപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ ഭീകരവാദികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബംഗ്ലാദേശ് നാമാവശേഷമാകും. പിന്നീട് അവിടെ കുറച്ച് ഭീകരവാദികൾ മാത്രമുണ്ടാകുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഒരു ഭീകരവാദ ക്യാമ്പുകളുടെ അവരുടെ മറ്റൊരു അനക്സ്, മറ്റൊരു ബ്രാഞ്ച് എന്ന രീതിയിൽ മാത്രം ബംഗ്ലാദേശ് ഒതുങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ടാകും എന്ന് ബംഗ്ലാദേശ് ഇപ്പോൾ തിരിച്ചറിയുന്നു. വെറുതെ ഇരുന്ന് രാജ്യത്തെ കുട്ടിച്ചോറാക്കാനാണ് മുഹമ്മദ് യൂനസ് തുർക്കിയും പാകിസ്ഥാനും കൂടി ശ്രമിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കഷ്ടമായി തോന്നുന്നത്. ഇതിലാകെ പ്രയോജനമുള്ളത് മുൻ സൂചിപ്പിച്ചതുപോലെ ഭീകരവാദികൾക്കാണ്. ബംഗ്ലാദേശ് അവർക്ക് മാത്രമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നത് മാത്രമേ ഇതിൽ നിന്നുള്ള ഒരു പ്രയോജനമുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.